ദേവകിയാണ്. എത്രയോ ദീർഘകാലങ്ങൾ തടവറയിൽ തന്നെ ഭയന്നും കരഞ്ഞും കഴിഞ്ഞവൾ, കുഞ്ഞുങ്ങളുടെ കരച്ചിലിനെ ഭയന്നവൾ, അമ്മിഞ്ഞപ്പാലും കണ്ണീരും ഒരുപോലെ ഇട്ടിച്ച് തകർന്നു പോയവൾ, ആശ്രിത വത്സലനായ പൊന്നോമനെ കൊഞ്ചിക്കാൻ കഴിയാതെ പോയ മാതൃത്വം ദേവകി. മക്കളെ മനസ്സുകൊണ്ട് പോലും ശപിക്കാനാവാതെ തകർന്നു നിൽക്കുന്ന ആ അമ്മമാർക്ക് പകരുക സാന്ത്വനവും സഹതാപവും. അങ്ങനെ അർത്ഥമുള്ളതാക്കുക ഈ ഒരു ആഘോഷം. കേൾക്കുന്നില്ലേ? അകലെ എവിടെയോ തേങ്ങലിൽ വിറച്ചു പോകുന്ന ഒരു താരാട്ട്. മുന്നോട്ടുള്ള മത്സരപ്പാച്ചിലിനിടയിൽ നമ്മൾ കാണാതെ പോകുന്നവരാണ്. പിൻവിളികളില്ലാതെ ഒടുങ്ങി അടങ്ങുന്ന അമ്മമാരാണത്. അപ്പോഴും അവർ മക്കൾക്കായി ചൊരിയുന്നത് അനുഗ്രഹം മാത്രം അല്ലേ? ആഹാ, അവിടെ നോക്കൂ, മറ്റാരോ വരുന്നുണ്ടല്ലോ. കൈകേയി, ദശരഥ പത്നി, ഭരതമാതാവ്, ശ്രീരാമനെ 14 വർഷം കാട്ടിലേക്ക് അയക്കാൻ വരം ചോദിച്ച മറ്റൊരമ്മ, ദുഷ്ടമാതാവ്, സ്വാർത്ഥ. നിങ്ങൾ ഒരു വരത്തിന്റെ കാര്യം പറഞ്ഞത് കേട്ടു. ഒന്ന് ഓർക്കുക, ദേവാസുര യുദ്ധത്തിൽ തേരൊടിഞ്ഞ് അപകടമുണ്ടാകാതിരിക്കാൻ എന്റെ ഈ ചൂണ്ടുവിരൽ വെച്ചു കൊടുത്തപ്പോൾ ഞാനൊരു വരവും പ്രതീക്ഷിച്ചില്ല. അത് മഹാരാജാവിന്റെ സന്തോഷം സമ്മാനമായി മാറിയതാണ്. അതികൗശലക്കാരിയായ ഒരുത്തിയുടെ ചങ്ങാത്തം, ദൂഷണം എന്നിവർ അമ്മയുടെ സ്വാർത്ഥമോഹങ്ങളിലേക്ക് നയിച്ചു. അത് ശിഷ്ടജീവിതത്തിൽ എന്നെ ദുഷ്ട എന്ന മുദ്ര മുദ്രിച്ചു. ഇപ്പോഴും കാണുന്നുണ്ടല്ലോ ചുറ്റിലും നിങ്ങൾ വിഷം കുത്തിവെക്കുന്ന ചങ്ങാത്തങ്ങൾ. അസൂയയും ക്രൂരതയും അറിയാതെ കുത്തിവെക്കുന്നവരുണ്ടാവും അടുത്ത്. അത്തരം സൗഹൃദങ്ങളെ തിരിച്ചറിയുവാനുമാകട്ടെ ഈ വനിതാ ദിനങ്ങൾ. സ്വന്തം നിലപാടുകൾക്ക് ഉണ്ടാകട്ടെ നൈർമല്യം. ചങ്ങാതിയും കണ്ണാടിയും നന്നായിരിക്കട്ടെ. ചങ്ങാതിയും കണ്ണാടിയും നന്നായിരിക്കട്ടെ. കുടുംബ ബന്ധങ്ങളിൽ അഭിപ്രായങ്ങൾ പറഞ്ഞ് അതിക്രമിച്ചു കിടക്കുന്ന മന്ധനമാരെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയട്ടെ. സൗഗന്ധിക കസേരകളുടെ അതിസൗരഭ്യത്തിൽ സ്വബോധം നഷ്ടപ്പെടാതിരിക്കട്ടെ. മറ്റാരോ അവിടെ അതിസാവധാനം നടന്നു വരുന്നുണ്ടല്ലോ. ഒരു ചങ്ങല കിലുക്കം കേൾക്കുന്നു. ആരാണത്? ശൂർപ്പണഖ, രാവണ സഹോദരിയാണ് വരുന്നത്. മതോന്മത്തയായി രാമനെ സമീപിച്ചവൾ, കാമവിവശയായി ലക്ഷ്മണനെ വീണ്ടും വീണ്ടും സമീപിച്ചവൾ, ഒടുവിൽ മൂക്കും മുലകളും വിച്ഛേദിക്കപ്പെട്ട് അപമാനിതയായപ്പോൾ സീതാ അപഹരണത്തിന് കാരണക്കാരിയായവൾ ശൂർപ്പണഖ. അതെ, ഞാൻ രാക്ഷസ രാജകുമാരി ശൂർപ്പണഖ.
ഓർമ്മയില്ലേ നിങ്ങൾക്ക് ആ മുറിവുകൾ? അന്നവിടെ ഉയർന്നു വീണത് എന്റെ രക്തം മാത്രമല്ല, എന്റെ ആത്മാഭിമാനവും കൂടെയായിരുന്നു. നിങ്ങളും സ്ത്രീകളല്ലേ? കാണുന്നുണ്ടല്ലോ നാട്ടിൽ മോഹിനി വേഷങ്ങളിൽ ഒളിപ്പിച്ചു വെച്ച രാക്ഷസ ജന്മങ്ങളെ. കനകവും കാമിനിയും കാമനകളും വരയ്ക്കുന്ന കളകളിൽ ആത്മാഹുതി നടത്തുന്നു ചെറുപ്പക്കാർ. ഇക്കാലത്ത് കഷ്ടം. കാമത്തിന്റെ കഷായ സേവ നടത്തി പ്രണയക്കൊലകൾ നടത്തുന്നു ചിലർ. വിവേകം പകർന്നു നൽകുന്ന വിദ്യാലയങ്ങളാകണം വീടുകൾ. അപകടങ്ങളിൽ പതിയിരിക്കുന്ന പഴുതുകൾ പറഞ്ഞു നൽകേണ്ട അമ്മമാരിൽ ചിലർ കാഴ്ച വെച്ചത് സ്വന്തം പെൺമക്കൾ. എന്നിട്ട് ഞങ്ങളെ നോക്കി രാക്ഷസികൾ എന്ന് വിളിക്കാൻ നാണമില്ലേ നിങ്ങൾക്ക്? എന്നെ ഈ ശൂർപ്പണഖയെ കുലസ്ത്രീയായി പ്രഖ്യാപിക്കണമെന്ന പുതിയ നിവേദനവുമായിട്ടാണ് ഈ വനിതാ ദിനത്തിൽ ഞാൻ വന്നിരിക്കുന്നത്. മാന്യതയും മര്യാദയും മക്കൾക്ക് പകർന്നു കൊടുക്കുന്ന വിശ്വവിദ്യാലയങ്ങളാകട്ടെ നമ്മുടെ വീടുകൾ. അതിരും പതിരും അറിഞ്ഞു പെരുമാറാൻ പ്രാപ്തരാകട്ടെ നമ്മുടെ മക്കൾ. അവിടെ ആരാണ് അതിസാവധാനം നടന്നു വരുന്നത്? കുന്തി ദേവി, കൗമാര ചാപല്യങ്ങൾക്കിടയിൽ അമ്മയായവൾ, ആ കുഞ്ഞിനെ പെട്ടിയിൽ ഒഴുക്കിക്കളയേണ്ടി വന്നവൻ, പഞ്ചപാണ്ഡവന്മാരോട് പത്നിയെ പങ്കിട്ടോളാൻ പറഞ്ഞവൾ, മക്കൾ തമ്മിലുള്ള യുദ്ധം മനസ്സെരിഞ്ഞു നോക്കി നിന്ന് നിസ്സഹായായി നിന്നവൾ, ഒടുവിൽ അർജുനന്റെ കയ്യാൽ ആദ്യ പുത്രൻ കൊല്ലപ്പെടുന്നതും കാണേണ്ടി വന്നവൾ കുന്തി ദേവി. ബാലികയുടെ കൗതുല്യമോ ചാപല്യമോ ജീവിതകാലം മുഴുവൻ പുത്രദുഃഖമായി മാറിയത് എന്റെ ദുർവിധി. ശരിയാണ്, ആപേക്ഷികമായി ശരികൾ പോലും പലപ്പോഴും നിർണായകമാകുന്നത് ഏകപക്ഷീയമായ. എന്നാലും ഒന്നോർക്കുക, ഒടുവിൽ യുദ്ധം ചെയ്യുന്ന കാലം, സ്ഥാനാരോഹണം ചെയ്യുന്ന കാലം, രാജമാതാവാക്കി എന്നെ വഴിക്കാൻ മക്കൾ നന്നേ ശ്രമിച്ചു. അതിന് നിൽക്കാതെ ഗാന്ധാരിയോടും ധൃതരാഷ്ട്രരോടുമൊപ്പം വനവാസത്തിലേക്കാണ് ഞാൻ നടന്നത്. അധികാരങ്ങളോടോ അധികാര കസേരകളോടോ ഒരിക്കലും ആകർഷണം തോന്നിയില്ല. അതിശയിപ്പിക്കുന്നു ഇപ്പോൾ ചിലത് കാണുന്നത്. സഹാനുഭൂതി ജന്മഗുണമായുള്ള സ്ത്രീകളുടെ അധികാര ഗർവും ദുർവിനിയോഗവും കാണുമ്പോൾ ഔദ്യോഗിക പദവികൾ ചിലരെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അടിയറവ് വയ്ക്കുന്നത് കാണുമ്പോൾ പെണ്ണ് തന്നെ പെൺമക്കളെ കഴിക്കുന്നത് കാണുമ്പോൾ മനസ്സ് തകരുന്നു. അധികാരം അവരുടെ ആശ്വാസത്തിന് ഉപയോഗിക്കുന്ന കാലം വരട്ടെ. പാടിപ്പോകുന്നവർക്ക് ആശ്വാസമാകട്ടെ സ്ത്രീകളിരിക്കുന്ന കസേരകൾ. അതായിരിക്കട്ടെ ലക്ഷ്യവും ലക്ഷണവും. ഒരിക്കൽ കൂടി
അതായിരിക്കട്ടെ ലക്ഷ്യവും ലക്ഷണവും. അധികാരത്തിന്റെ അന്തഃപുരങ്ങളിൽ അന്ധത സ്വയം വരിക്കുന്ന ഗാന്ധാരിയെ പോലെയുള്ളവരെ നമുക്കിനി വേണ്ട. ഉൾക്കണ്ണടയ്ക്കാത്ത ജാഗ്രതയായിരിക്കണം ഇന്നത്തെ വനിത. ഇതാ മറ്റൊരു സുന്ദരി നടന്നു വരുന്നു. ഊർമിള, ലക്ഷ്മണന്റെ പ്രിയ പത്നി. മധുവിധു കഴിയും മുൻപേ വനവാസത്തിന് പോയ ഭർത്താവിനെ ഓർത്തും കാത്തും ഒരു ജന്മം കഴിച്ചവൾ. സീതയുടെ നിഴലിൽ എന്നും മറഞ്ഞുപോയ നിശബ്ദ തപസ്വിനി. പ്രണയമോഹങ്ങളെ ഒളിപ്പിച്ചു വച്ചവൻ. സീതയെ ഉപേക്ഷിക്കരുതേ എന്ന് ശ്രീരാമനോട് അപേക്ഷിച്ച ഏക വ്യക്തിത്വം ഊർമിള. നിറമില്ലാത്ത നിഴലായി പറഞ്ഞിരുന്ന എന്നെ നിങ്ങൾ ഓർത്തല്ലോ. സന്തോഷം. കാത്തിരിപ്പിന്റെ കരകാല കടലായി എന്റെ ജീവിതം. പക്ഷേ ആ കാത്തിരിപ്പിനുണ്ടായിരുന്നു ഒരു ലക്ഷ്യം. പുതിയ കാലത്തെ ചില കാഴ്ചകൾ വല്ലാതെ പേടിപ്പിക്കുന്നു. തെളിച്ചവും വെളിച്ചവും ഇട്ട് ഒളിയിടങ്ങളിൽ ഒടുങ്ങിപ്പോകുന്ന ചില ധർമ്മപത്നികൾ. കാലത്തിന്റെ വെല്ലുവിളി. കാത്തിരിക്കുവാനും സ്വയം കാക്കുവാനും കഴിയണം നമ്മൾ. പുതുമഴകളിൽ പുളകിതരാകുന്ന ഈയാമാറ്റുകളാകാതിരിക്കട്ടെ നമ്മുടെ സഹോദരിമാർ. നവതലമുറയ്ക്ക് സത്സന്ദേശം നൽകുന്ന സഹോദരിമാരെ. നിറങ്ങളിൽ തെളിയാതെ പോകുന്ന എത്ര നിഴൽ ജന്മങ്ങൾ. നിറം ഒഴിയുന്ന സമയമെത്തുമ്പോൾ നിറവ് പകരുന്നത് അല്ലേ? മുടി അഴിച്ചിട്ട് നടന്നു വരുന്ന ആ സ്ത്രീ ദ്രൗപദിയാണ്. പഞ്ചപാണ്ഡവന്മാരുടെ പ്രിയ പത്നി. അപമാനഭാരത്താൽ കോപം കൊണ്ട് ജ്വലിച്ചവൾ. അന്ന് ഉഗ്ര ശപഥം ചെയ്തവൾ. സകല സൗഭാഗ്യവതിയായി ജനിച്ചിട്ടും ജീവിതത്തിന്റെ ഇരുണ്ട വശങ്ങളിൽ കഴിയേണ്ടി വന്നവൾ. അതിസുന്ദരമായൊരു സൗഹൃദത്തിൽ കൃഷ്ണന് പ്രിയസഖിയായവൾ പാഞ്ചാലി. എന്നെ ഞാനായി തന്നെ നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. സന്തോഷം, അഭിമാനം. എങ്കിലും എന്റെ പ്രിയ കൂട്ടുകാരികളോട് ഞാനൊരു രഹസ്യം പറയട്ടെ. അന്ന് കൗരവ സഭയിൽ വെച്ച് വിദ്വാൻമാരും വൃദ്ധരും, എന്തിനേറെ എന്റെ വീരന്മാരായ 5 ഭർത്താക്കന്മാരും ഇരിക്കെ അപമാനിതയായ ഞാൻ അപ്പോൾ അവിടെ വെച്ച് തന്നെ ചോദിച്ച ചോദ്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നില്ലേ? മാനിക്കപ്പെട്ട സ്ത്രീത്വം അന്ന് ഉന്നയിച്ച ഒരു ചോദ്യത്തിനും വ്യക്തമായ ഉത്തരം കിട്ടിയിട്ടില്ല ഒരു സഭയിലും. ഇന്നും അപമാനം എന്നെ നിശബ്ദയാക്കിയില്ല, തല കുനിപ്പിച്ചില്ല. അവസരം മറ്റൊന്നു വരട്ടെ എന്ന് ഞാൻ കാത്തിരുന്നില്ല. അപ്പോൾ പ്രതികരിക്കണം. അകലവും മടുപ്പവും ആവശ്യത്തിന് സൂക്ഷിക്കണം. അല്ലാതെ വർഷങ്ങൾക്കിപ്പുറം സുരക്ഷിത സൗധങ്ങളിൽ ഇരുന്ന് വീണ്ടും പറയുന്നത് വെറും ഭീരുത്വമെന്നേ ഞാൻ പറയുന്നു. ആത്മരക്ഷയ്ക്കും ആത്മാഭിമാനത്തിനും വേണ്ടി നാളത്തെ ജനതയെ സജ്ജരാക്കുക നിങ്ങൾ. എനിക്ക് കിട്ടാതെ പോയ ഉത്തരങ്ങൾ തേടിയുള്ള യാത്രയിൽ വെളിച്ചം ചിതറുന്ന തീപ്പന്തങ്ങൾ നിങ്ങൾ ഓരോരുത്തരും ഉയർത്തിപ്പിടിക്കുക. മുന്നിൽ നീൾവഴി, ചിലപ്പോഴൊക്കെ തീവഴി. ആത്മവിശ്വാസത്തോടെ നടക്കാവുക ഒരുമിച്ച്. ആഘോഷിക്കാൻ വനിതാ ദിനങ്ങളല്ല, വനിതാ വർഷങ്ങളാകട്ടെ. ഇപ്പോൾ പകർന്നു കിട്ടിയത് ഊർജം, ആവേശം, അഭിമാന ബോധം. അപമാനം ആർക്കും അനുഭവിക്കേണ്ടി വന്നേക്കാം.
പക്ഷേ അഭിമാനം അടിയറവ് വെക്കുന്ന സർവം സഹയാകരുത് സ്ത്രീ ഒരിക്കലും. ചിലതെങ്കിലും മാറാൻ നമുക്കിവിടെ ഒരു പെണ്ണിനെ വാർത്തെടുത്താലോ? നിങ്ങളേവരും നിങ്ങളിലെ നന്മകൾ ഇവളിലേക്ക് പകർന്നാലും. ഞാൻ മുന്നിലേക്ക് പറഞ്ഞു. ഇനി മുതൽ ഇവിടെ വഴിയമ്പലങ്ങൾ മാതാപിതാക്കൾ ഉണ്ടാകാതിരിക്കട്ടെ. സ്വജീവിതത്തിൽ വ്യക്തമായി ഉള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയട്ടെ. അത് ഞാൻ നിന്നിലേക്ക് പകർന്നു തരും. അതിരുകളും മരുന്നുകളും അറിയുക, തലമുറകളിലേക്ക് അത് പകർന്നു നൽകുക, അനീതിക്കെതിരെ ശക്തമായി പ്രതികരിക്കുക, തലമുറകളെ അതിന് സജ്ജരാക്കാനുള്ള കരുത്തും നിനക്ക് ഞാൻ നിന്നിലേക്ക് പകർന്നു നൽകുന്നു. വിദ്യാഭ്യാസം കായികക്ഷമതയോടുകൂടി നേടി അധികാരത്തിന്റെ കസേരകൾ മാറ്റിയെടുക്കുക. തെളിച്ചമോ തമസോ മാനാഭിമാനങ്ങൾ നഷ്ടമാകാതെ കാത്തിരിപ്പിന്റെ കാലങ്ങളിലൂടെ നിങ്ങൾ ആത്മവിശ്വാസത്തോടെ പ്രതികരണ ശേഷിയിലൂടെ ശക്തയാവുക. ഈ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ നിന്നുമുള്ളവളാണ്. ഇനി പുതിയ ഭാവത്തിൽ നീ ഇവിടെ ഉണ്ടാവണം. ചിരന്തന.